ഓ അങ്ങനെ നീ വരുന്നുണ്ട്. വാവ്. ഹായ്. അപ്പോൾ കുറേ ആയില്ലേ ഗൾഫിലെ കാഴ്ചകളും വിശേഷങ്ങളെല്ലാം കാണിച്ചു തരുന്നത്, നമ്മൾ ജീവിതങ്ങളും കൂടി കാണിച്ചു തരണ്ടേ. അപ്പോൾ നമ്മളെ കുറേ പ്രവാസികൾ, ഏകദേശം 90% പ്രവാസികളും ഇപ്പോഴും ജീവിക്കുന്നതെന്ന് പറഞ്ഞാൽ നാട്ടിൽ വലിയ കൊട്ടാരങ്ങളോ എല്ലാം ഉണ്ടാവും, ലക്ഷക്കണക്കിനും കോടിക്കണക്കിന് രൂപ ചിലവാക്കിയിട്ട് പണിത്. പക്ഷേങ്കിൽ ഇവിടെ അവരെ ജീവിതത്തിലെ 3/4% ഗൾഫിൽ ഇപ്പോഴും ജീവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കട്ടിലും ഒരു അൾമാറയും. അതുതന്നെയാണ് കുറേ പ്രവാസികളെ ഇപ്പോഴത്തെയും ജീവിതം. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വലിയ റൂമിൽ ഒറ്റയ്ക്ക് ജീവിക്കാനുള്ള ഇതില്ലായിട്ടല്ല, എന്നാലും ശമ്പളം കൂടുതലുണ്ടെങ്കിലും നമ്മളെ നാട്ടിലുള്ള ബാധ്യതയും കാരണം ആർക്കും ജീവിക്കാൻ കഴിയാറില്ല. ഇപ്പോൾ അങ്ങനെ ഒതുങ്ങി ജീവിക്കുന്ന ആൾക്കാർ തന്നെയാണ് പ്രവാസികൾ. എന്തായാലും പണ്ട് കാലത്തുനിന്നുള്ള കുറേ മാറ്റങ്ങളെല്ലാം വന്നിട്ടുണ്ട്. എന്നാലും നമ്മളെ ജീവിതവും ഇതെല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബെഡ് സ്പേസ് തന്നെയാണ് ഇപ്പോൾ പ്രവാസികൾക്ക്. പിന്നെ ഫാമിലിയെല്ലാം വരുമ്പോൾ മാത്രമാണ് ഒരു പ്രവാസികൾ സെപ്പറേറ്റ് ഒരു റൂം എടുക്കുന്നത്. അവിടെ ഒരു 2 മാസത്തോളെങ്കിലും ഈ പ്രവാസ ലോകത്ത് ഒരു റൂമിൽ ഒറ്റയ്ക്ക് ജീവിക്കുന്നത്. ബാക്കി എല്ലാവരും 3/4 ആൾക്കാർ ജീവിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റൂമിൽ കുറേ ആൾക്കാർ ഒത്തുചേർന്നിട്ടില്ല. അന്നേരം ഞാനിപ്പം കാണിച്ചു തരുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പ്രവാസികൾ ജീവിക്കുന്ന ഒരു റൂമിൻ്റെ കുറച്ച് കാഴ്ചകളും കാര്യങ്ങളെല്ലാം ഇങ്ങനെ ജീവിക്കുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് കേട്ടോ. എന്താ പറയുക, നമ്മളെ പ്രശ്നങ്ങളും നമ്മളെ കടങ്ങളെല്ലാം വീടിയിട്ട് നമ്മളെ നാട്ടിൽ സെറ്റായി ജീവിക്കാൻ ഒരു പ്രവാസിയായ ഒരാൾക്കും പെട്ടെന്ന് പറ്റൂല. കാരണം അവരെ ഓരോരോ വർഷവും പെട്ടെന്ന് കഴിഞ്ഞു പോകുന്ന ബാധ്യതകൾ കൂടുന്ന അങ്ങനെയെല്ലാം പ്രശ്നങ്ങൾ കൊണ്ട് ഇവിടെ തന്നെ ആയിപ്പോകുന്നത്. അന്നേരം ഒരു ചെറിയൊരു ജീവിത കാഴ്ചകളാണ് കാണിക്കുന്നത്. അന്നേരം നല്ലൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അവിടെ ഉണ്ട് ഒരു റൂം, അതേപോലെ ആടെയും ഉണ്ട് കേട്ടോ ഒരു റൂം. ആ പെട്ടി കാണുന്നതെല്ലാം പ്രവാസികളുടെ റൂമാണ് കേട്ടോ. അവിടെ ഉണ്ട് ഒരു റൂം. നമുക്കേതായാലും ആ റൂമിൻ്റെ ഉള്ളിലെ കാഴ്ചകളെല്ലാം നിങ്ങൾ കാണിച്ചു തരാം. ഒരു പ്രവാസി ജീവിക്കുന്ന ഒരു റൂം, ഒരു ഡ്രൈവർ ജീവിക്കുന്ന റൂമിൻ്റെ ഉള്ളിലെ കാഴ്ചകളെല്ലാം കുറച്ച് കാണിച്ചു തരാം കേട്ടോ. ഇവിടെ ഒരാളുണ്ട്, ഇവിടെ ഒരാൾ പറയുന്നത് എന്നെയും കൂടി ഒന്ന് കാണിക്കുന്നു. ഏയ്, ഇയാൾക്ക് രണ്ട് കളറാണല്ല കണ്ണിന്. കാണിച്ചേ, കണ്ണ് കാണിച്ചോട്ടെ. അതാ കണ്ട കണ്ണ് കണ്ട, 2 കണ്ണ് കളറാ മറ്റാ. അപ്പോൾ നമുക്ക് റൂമിൻ്റെ ഉള്ളൊന്ന് കാണിച്ചു തരാം. ഇത് നമ്മളെ കൂട്ടുകാരൻ്റെ റൂമാണ്. ഓൻ ഓട്ടം പോയിട്ടുണ്ട്. ഇതാണ് കേട്ടോ ഒരു ഡ്രൈവറെ. ഞാനും ഡ്രൈവറായിരുന്നു കുറേ കാലം. എൻ്റെ കൂടെ ഡ്രൈവിംഗ് ഉണ്ട്. ഏതായാലും നമ്മൾ മുഖമൊന്നും കാണിക്കുന്നില്ല, കാരണം നമ്മൾ റൂം അവരെ കാണിക്കുന്നില്ല ഏതായാലും. കാരണം അവരെ നാട്ടിൽ എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ഒരു ഇതുണ്ടാവില്ല അല്ലേ, വിലയുണ്ടാവില്ല. അന്നേരം നമ്മൾ വെറുതെ അവരെ കാണിക്കുന്നില്ല. അവരുടെ റൂം നമ്മളെ ജീവിതങ്ങൾ കാണിക്കുന്നത് ഗൾഫിലെ. ഇവിടെ ഒരാൾ കിടക്കുന്നതാണ് കേട്ടോ. അവരെ ഒരു കട്ടിൽ, ഇത് ഇവരൊരു കട്ടിൽ 13 വർഷമായി അവർ ഇവിടെ തന്നെ കിടക്കുന്നത്. ഇവർ നാട്ടിൽ വീട് സെറ്റാക്കി അല്ലേ, കുട്ടികളെ കല്യാണം കഴിച്ചു അല്ല, അങ്ങനെ ഒരു ജീവിതം. ഇതാണ് ഒരു ഡ്രൈവർമാർ റൂം. ഇതാണ്ട് ഒരു AC, ചെറിയ റൂം, മോശമൊന്നുമില്ല റൂമൊന്നും. പക്ഷേ ഇവിടെ കടന്നുറങ്ങാൻ ഒരു സുഖമാണല്ലേ. ഈ AC-ൻ്റെ സൗണ്ടും ഇവിടെ കടന്നുറങ്ങുമ്പോൾ ഇല്ല. നാട്ടിൽ എത്ര വലിയ കോടീൻ്റെ വീടെടുത്താലും ഇല്ലേ ആ സുഖം കിട്ടൂല. ഇവിടെ തന്നെയാണ് നമ്മൾ ഫുഡ് ഉണ്ടാക്കേണ്ട സംഭവങ്ങളെല്ലാം. പിന്നെ കുറച്ച് വൃത്തിയും കാര്യങ്ങളും കുറവുണ്ടാവും. കാരണം എന്ന് പറഞ്ഞാൽ സമയം ഉണ്ടാവില്ല. നമ്മൾ ഓട്ടം കഴിഞ്ഞിട്ട് പിന്നെ വന്ന് കടന്നുറങ്ങും, പിന്നെ ആദ്യം വിളിക്കും. നമ്മളെ ഓട്ടങ്ങൾ എപ്പാന്നൊന്നും പറയാൻ കഴിഞ്ഞില്ല. ഒരു ചെറിയ പെട്ടി റൂം, അതിൻ്റെ ഉള്ളിൽ തന്നെ വാഷിംഗ് മെഷീൻ ഇവിടെയുണ്ട്. ബാത്റൂം ചെറിയൊരു ബാത്റൂം ഹീറ്ററുണ്ട്, എല്ലാ സെറ്റപ്പും ഉണ്ട്. ചെറിയൊരു ബാത്റൂം. ഇതിങ്ങനെ കുലുങ്ങും കേട്ടാ ചില സമയത്ത്. ഇതാണ് ഒരു പ്രവാസീൻ്റെ ഒരു ജീവിതം, ഒരു റൂമിലെ ഒരു ജീവിതം. ഇതിപ്പോൾ ഇനി ഒരു ഡ്രൈവറും കൂടി വന്നാൽ ചിലപ്പോൾ ഇവരുടെ 2 ഡബിൾ കട്ടിലിടും. എന്നിട്ട് ഏതായാലും നമുക്ക് റെയിൻകാരൻ്റെ റൂമൊന്നും കൂടി ഒന്ന് കാണാം. ഓക്കെ, അങ്ങോട്ട് പോവാം. ഇത് കണ്ട, ഇവിടെ എല്ലാം റൂം കണ്ട ഈ പെട്ടികളായിട്ട് വെച്ചിട്ട് ഇതെല്ലാം ഓരോരോ ഡ്രൈവർമാരുടെ റൂമാണ് കേട്ടാ. ഇത് ഒരു ഡ്രൈവർമാരൊന്നും ആയിരിക്കൂല അല്ല റീങ്ക, കുറേ ഒരു റൂമിൽ 3-4 ഡ്രൈവറെല്ലാം ഉണ്ടാവും. ഇതെല്ലാം ചിലപ്പോൾ ഇല്ല 4 ആളുണ്ട്, ഇതിൽ 4 ആളുണ്ടെന്നാണ് പറഞ്ഞത്. അതേപോലത്തെ എല്ലാ സ്ഥലത്തും കുറേ സ്ഥലത്ത് ഇതേപോലത്തെ റൂമുകളുണ്ട് കേട്ടാ. ഇങ്ങനെ പുറത്ത് റൂം വെക്കാൻ വേണ്ടി 2-3 കാര്യങ്ങളുണ്ട് കേട്ടോ. ഒന്നാമതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ വീട്ടിൻ്റെ ഉള്ളിലെ സ്ഥലത്തിൻ്റെ പരിമിതി. വേറൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്ത് റൂം കെട്ടാൻ പറ്റില്ല, വെക്കാൻ പറ്റും.
വെക്കുമ്പോൾ എന്തെങ്കിലും ഗവൺമെൻറ്റിൻ്റെ കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എടുത്തിട്ട് അപ്പാടും വേറൊരു സ്ഥലത്തേക്ക് മാറ്റി വെക്കാം. പിന്നെ നമ്മൾ ഡ്രൈവർമാർക്കായാലും ഈ റൂം പുറത്തുണ്ടാകുന്നതാണ് സുഖം. കാരണം വീട്ടിൻ്റെ ഉള്ളിലാകുമ്പോൾ ഉള്ളിലേക്കൊരു ഫ്രണ്ട്സിന് വന്ന് കയറാനോ ഒന്നും പറ്റില്ല. പുറത്താകുമ്പോൾ ആർക്കും വന്ന് കയറാം, എപ്പോൾ ഇറങ്ങിപ്പോവുക, അങ്ങനെ ഒരു സുഖമുണ്ട്. എല്ലാവർക്കും ഡ്രൈവർമാർക്ക് ഇങ്ങനെ പുറത്ത് റൂം ഉണ്ടാകുന്ന തന്നെ ഇഷ്ടം. എല്ലാ ഏരിയയിലും ഇതേപോലത്തെ റൂമൊന്നും ഇല്ല കേട്ടോ, കുറച്ച് ഏരിയയിൽ മാത്രം. കുറച്ച് ഏരിയയിൽ മറ്റേ സാധാരണ റൂമുകൾ തന്നെ. അപ്പോൾ നമ്മൾ റഹീംഖാൻ്റെ റൂമും കൂടി ഒന്ന് കാണിച്ചു തരുന്നേ. പൊളിച്ച് വെച്ചിട്ടുണ്ട് വാഷിംഗ് മെഷീൻ. റഹീംഖാൻ്റെ റൂം ഇതാണ് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ റഹീംഖാൻ്റെ എന്നല്ല, ഓരോരോ പ്രവാസിൻ്റെ ഇതേപോലെ തന്നെയാണ് കേട്ടോ. അല്ലാണ്ട് അതിലുള്ള ആളുണ്ടാ. അപ്പോൾ റഹീംഖാൻ്റെ റൂമിലേക്ക് ഏതാണ് ഇതാണ് കേട്ടോ റഹീംഖാൻ്റെ റൂം. റഹീംഖാൻ്റെ കിടക്കുന്നത് ഇതാണ് കേട്ടോ. ഒരു 3-4 ആൾക്കാരുണ്ടെങ്കിൽ റൂമിൽ ഇതേപോലത്തെ ഇതെല്ലാം ഉണ്ടാവും. കാരണം അവർ ചിലപ്പം ലൈറ്റ് ഇടും അല്ലേ, അവരെ ലൈറ്റെല്ലാം ഇടും. അതുകൊണ്ടാണ് ഇതേപോലെ നമ്മൾ റൂമുണ്ട് സെറ്റാക്കുന്നത്. കാരണം അവരെ ലൈറ്റും വരില്ല, വേറെ ഒന്നും വരില്ല, ഒരു ശല്യമില്ല. അതിൻ്റെ ഉള്ളിൽ കടന്നുറങ്ങി സെറ്റാക്കി വെച്ചത്. ഇത് നാട്ടിൽ കൊണ്ടുപോകാൻ വേണ്ടി സാധനങ്ങൾ നമ്മൾ അറബികളെല്ലാം തരുന്നതെല്ലാം എടുത്ത് വെക്കുന്നില്ലേ, കുറേ സാധനങ്ങളെല്ലാം നല്ല നല്ല സാധനങ്ങൾ അത് നമ്മളും എടുത്ത് വെക്കലുണ്ട്. ഇടിയാരെ കിടക്കൽ നിലത്ത് കൂട്ടുകാരനല്ലേ. അന്നേരം ഈ റൂമിൽ എത്ര ആൾക്കാരുണ്ട് മൊത്തം? 4 പേരുണ്ട് മൊത്തത്തിൽ. ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ ഒരാളുണ്ട് കിടക്കല്ലേ, ഇതേപോലെ തന്നെ പുറത്തുണ്ടല്ലേ. ഇതാണ് കേട്ടോ, ഇതാണ് റഹീംഖാൻ്റെ റൂം. ഇവിടെയാണ് ഫുഡല്ലേ. ഇതൊന്നും 2 ഗ്യാസ് അടുപ്പാണ്. ഓ കുഴപ്പമാകുമ്പോൾ നമ്മള് വേറെ ഗ്യാസ് അടുപ്പ്. അതെല്ലാവരുടെ അടുത്തും ഉണ്ടാകുന്ന സംഭവം തന്നെയാണ്. ചില ആൾക്കാർക്ക് ഓരോരോ സ്വഭാവങ്ങൾ മാറ്റല്ലേ, അന്നേരം കുഴപ്പമുണ്ടാവാൻ വേണ്ടിക്കുന്നതാണ്. അന്നേരം സാധനങ്ങളെല്ലാം എല്ലാവരും ഒപ്പരം വാങ്ങിക്കാം, സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിക്കും. ഓരോരാൾ വെച്ചോളാം. ഇന്നെന്നാണ് ഫുഡ് ഉണ്ടാക്കി? ചോറ്, അടിപൊളി ചോറുണ്ട് കേട്ടാ. എന്നാ കറി റഹീംഖാ? അതോ ചൂട് നിങ്ങൾ വെച്ചതാ? ഇത് മറ്റാൻ്റെത്. ഇത് ബൈനിങ്ങാണ്. ബൈനിങ് കറി. നിങ്ങളെ ഫുഡ് എന്നാ? ഓ ചോറാണേ ഉള്ളൂ. ഇതേതാ അരി? ഇത് മറ്റേ അരി, സാധാ അരി തന്നെ. അടിപൊളി. അങ്ങനെയാണ് കേട്ടോ. നിങ്ങളെ ബാത്റൂം എവിടെയാ? ഇതാണ് കേട്ടോ ബാത്റൂം. എല്ലാവരും നമ്മളെ ബാത്റൂമെല്ലാം ഇങ്ങനെയാണ് കേട്ടോ. വലിയ വൃത്തിയും കാര്യങ്ങളും ഇതൊന്നും ഉണ്ടാവില്ല, സെറ്റപ്പ് ഒന്നും ഉണ്ടാവില്ല. നമ്മൾ ഒപ്പിച്ചുള്ള ബാത്റൂമുകളാണ്. നമ്മളെ ജീവിതം എങ്ങനെയാ, ജീവിതം കാണിച്ചു തരുന്നതാണ് എല്ലാവരും. ഇതിപ്പോ നമ്മളെ ശരിയാക്കി എടുത്ത് നന്നായിക്കോളാം. വാഷിംഗ് മെഷീനിലില്ലെങ്കിൽ കൈ കൊണ്ട് കുത്തി ഇളക്കിക്കോളാം. നിങ്ങളെ ഫ്രിഡ്ജാ? ഓ മീൻ പൊരിച്ച് വെച്ചിട്ടുണ്ടല്ലേ. മസാല വരട്ടി വെച്ചിട്ടുണ്ട്. പൊരിക്കാനത് വേണ്ട, ഇപ്പം വേണ്ട, ഞാൻ മീൻ കഴിക്കില്ല. അതാണ് കേട്ടോ ഓരോ റൂമും കാര്യങ്ങളെല്ലാം. അതേപോലെ നിരവധി റൂമുകൾ ആടെയുണ്ട്, അതിൻ്റെ അപ്പുറമുണ്ട്. എന്താണ് അപ്പോൾ റഹീംഖാൻ്റെ പച്ചക്കറി ഇടിയുണ്ട് കേട്ടോ നടല്. ഇനിയിപ്പോൾ തണുപ്പായാൽ അല്ലേ? ഇതെന്നാ സാധനം? വെണ്ടക്ക തയ്യാ? അത് മുളകല്ലേ? മുളക് അത് നമ്മളെ പുതിന അല്ലേ? ചെറുനാരങ്ങ ഉണ്ടല്ലേ? ഇത് മുരിങ്ങ വേഗം വളരും കേട്ടാ. ഇനി തക്കാളിയും കൂടി ഇടണം. സെറ്റ്. ഈ അതെയാ, മല്ലി ഉണ്ടല്ലേ? അടിപൊളി. ഇത് മറ്റേ ആട്ടിൻ്റെ ഇതായിരുന്നു കാഷ്ടം കൊണ്ടുവന്നിട്ട്? ആട്ടിൻ്റെ കാഷ്ടം അല്ലേ? അതെയാ, ഓക്കെ. ഇതേതാ മീനേതാ? മീന് നമ്മള് കഷ്ണം മീനൊന്നുമുണ്ട്. എന്നാ പേരറിയില്ല. അയില പോലെ ഉണ്ടല്ലോ കാണുമ്പോ. അയിലല്ലേ? വ്യത്യാസമുണ്ട്. ഇതിപ്പം 3 പൊരിക്കും. ഓ 3 പൊരിക്കോ? അല്ല, അത്ര വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുള്ളൂ. അങ്ങനെ നല്ല സാധനം വരുള്ളൂ. ഒന്നിച്ചിട്ട് കഴിഞ്ഞാൽ. അല്ല, ഇതിപ്പോ രാത്രിയേക്കും കൂടി വെക്കോ അല്ലെങ്കിൽ ഇപ്പൊ ഉച്ചക്കേക്ക് മാത്രം? ഉച്ചക്ക്. എത്ര ആളുണ്ട് നിങ്ങള്? ഇതിപ്പോ 3 ആള്. അങ്ങനെ കഫീല് തന്നെ. ഓ അങ്ങനെ നീ പൊരിക്കുന്നുണ്ട്. വാവ്.
നാട്ടിലൊന്നും കിട്ടില്ല. ഇത് നാട്ടിലെ മസാല? ഇത് നാട്ടിലല്ല, ഇത് എൻ്റെ സ്വയം മസാല. ഇത് നിങ്ങളെ സ്വന്തം മസാല? മുളകും പൊടി ഒന്നും ഇല്ല ഇതിൽ. ഗരം മസാല ഉണ്ടാവും, പച്ചമുളക്, ജീരകം, വെളുത്തുള്ളി, ഇങ്ങനെ സ്വയം ജീമുളക്. അതേപോലെ എൻ്റെ സ്വന്തം മസാലേനെ കൂടെ കുറേ കറികളെല്ലാം ഉണ്ട്. പരീക്ഷണം. ഉപ്പല്ലിട്ടനാ? ഉപ്പൊക്കെ ഇട്ടിട്ട്. അതെയാ? ഇനി ഈ മസാല 2 സവാള എടുക്കും, ഒന്ന് വാട്ടും. ഈ വെളിച്ചെണ്ണയിലിട്ട് തന്നെ വാട്ടും. കരിഞ്ഞു വന്നിട്ട് തിരിച്ചിട്. അത് മസാല കരിയുന്നുണ്ട്. അതെയാ? മസാല അരിയുന്നതല്ലേ? മീൻ കരിയില്ല. ഓക്കെ ഓക്കെ. അന്നേരം റെയിൻഖാൻ്റെ വെള്ളം കുടിച്ച് റെയിൻക്കാണെന്ന് മീൻ വറക്കുന്നുണ്ട്. റെയിൻഖാന് ചോറ് ഉണ്ടാക്കണം അല്ലേ? കറി ഉണ്ടാക്കണ്ടല്ലോ ഇന്ന്? ഇന്ന് കറിയില്ല. അതെയാ? പരിപ്പറി തന്നെ അതല്ലേ നമ്മളെ മെയിന്. നാട്ടിലാണെന്ന് വെച്ചാൽ മീനില്ലെങ്കിൽ പെണ്ണിനെ ചീത്ത പറയും. ഇല്ലെങ്കിൽ ഈടെ പിന്നെ പരിപ്പ് തന്നെയാണ്. ഇവിടെ എന്ത് വേണമെങ്കിലും കൂട്ടും. ഒരു ദിവസം ഫുഡ് ഇല്ലാണ്ട് നിൽക്കും. റെയിൻക എത്ര വർഷമായി ഇടാ? ഞാനിപ്പോ 3 വർഷമായി. 3 വർഷം ഇടാ. ഇതിനു മുമ്പ് കുവൈറ്റിലായിരുന്നു. 11 അല്ലേ? ജീവിത പ്രാരാബ്ദം കൊണ്ട് ഇങ്ങനെ മാറി നിൽക്കുന്നു. അന്നേരം ഞാൻ പോട്ടെ റെയിൻക. എന്നാ ഓക്കെ, കാണാം. വെള്ളിയാഴ്ച കാണാം.